Welcome to PNS Competitive Mastery Kodamagalam. In this class, we are going to deal with a poem by William Wordsworth that is Lines Written in Early Spring. This is our third chapter of Unit 1, Glimpses of Green. Okay. Lines Written in Early Spring is a beautiful poem by William Wordsworth. Okay, let's start the class. First of all, we discuss about the author. William Wordsworth, 1770-1850. All of you take your notebooks and textbooks. William Wordsworth was a major English romantic poet. William Wordsworth was a major romantic poet. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് വർക്കിനെ കുറിച്ച് അറിയാമോ നിങ്ങൾക്ക്? ഇംഗ്ലീഷ് സബ്ജക്റ്റിനോട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോട് കൂടുതൽ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ പഠിച്ചു വയ്ക്കുക. ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വർക്ക് വേർഡ്സ്വർത്തും എസ്.ജി. കോൾറിഡ്ജും ചേർന്ന് എഴുതിയൊരു വർക്കാണ്. ആ വർക്കിനെ കുറിച്ച് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാർ ബി.എഡും ഉള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എക്സാമുകളിലെല്ലാം ലിറിക്കൽ ബാലഡ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഓർത്തപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത്രയും മലയാളത്തിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും പറഞ്ഞു തരാനുള്ള പ്രധാന കാരണം നമുക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ മാത്രമല്ല ഉള്ളത്, മലയാളം മീഡിയം കുട്ടികളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക കേട്ടോ. ലിറിക്കൽ ബാലഡ്സ്, എ കളക്ഷൻ ഓഫ് പോയംസ് റിട്ടൺ ബൈ വേർഡ്സ്വർത്ത് ആൻഡ് എസ്.ടി. കോൾറിഡ്ജ്. എന്താണ് എസ്.ടി. കോൾറിഡ്ജിൻ്റെ ഫുൾ നെയിം? സാമുവൽ ടൈലർ കോൾറിഡ്ജ് എന്നാണ് കേട്ടോ. അവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ വർക്കിൻ്റെ പേരാണ് ലിറിക്കൽ ബാലഡ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പോയം written by Wordsworth and S.T. Coleridge made him a major figure in the literary circle. Wordsworth became a poet laureate in 1843. His famous works, Daffodils and Lucy Gray. നമുക്ക് ഓൾറെഡി അറിയാവുന്ന വർക്ക് ഏതാണ്? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് അല്ലേ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ പോയം എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണെന്നുള്ള കാര്യം. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഹി വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. നെക്സ്റ്റ് വൺ ലിറിക്കൽ ബാലഡ്സ് ആണ്. അദ്ദേഹം എഴുതിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് ആരുമായിട്ട് ചേർന്നാണ്? എസ്.ടി. കോൾറിഡ്ജുമായിട്ട് ചേർന്നിട്ടാണ് എഴുതിയത്. ഹി ബിക്കെയിം എ പോയറ്റ് laureate in 1843 and his famous works are Daffodils and Lucy Gray. I think it's clear for you. Then we move to the next subheading. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയമാണ്. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യമോ അല്ലെങ്കിൽ കിട്ടാതെ പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പോയം ഒരു 6 സ്റ്റാൻസ ഉള്ള പോയം ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് 2 സ്റ്റാൻസേഴ്സാണ് ഇത്. ഇനി 3rd and 4th സ്റ്റാൻസസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്തതിന് ശേഷം എഴുതിയെടുക്കുക മറ്റോ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാം. ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആകുന്നവരത്തേക്ക്. എനിക്ക് തോന്നുന്നു മെജോറിറ്റിക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ കസിൻസിൻ്റെയോ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. കാരണം നിങ്ങളൊക്കെ 1 വർഷം മുന്നേ പഠിച്ചിട്ട് പോയ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാണുമല്ലേ, വീടിൻ്റെ അടുത്തുള്ളതോ. ഒരു ക്ലാസ്സിൽ പഠിക്കണമെന്നില്ലല്ലോ ഫ്രണ്ട്സ് ആവാൻ. അപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചാലും മതി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ 5th and 6th സ്റ്റാൻസാസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻസ ബൈ സ്റ്റാൻസ അതിൻ്റെ മീനിങ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ. മെജോറിറ്റി ആൾക്കാരും സമ്മറി എഴുതി വെച്ചിട്ട് പോവുകയാണ് ചെയ്യാറ്. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ജസ്റ്റ് ഓതറെക്കുറിച്ച് നമ്മൾ എന്തിനാണ് എബൌട്ട് ദ ഓതർ പഠിക്കുന്നത്? നമുക്കത് എവിടെയെങ്കിലും പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷനൊക്കെ എഴുതുമ്പോൾ ജസ്റ്റ് ഒരു നല്ല രീതിയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഓതറുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊരു സജഷനാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സ് എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പറഞ്ഞതേ ഉള്ളൂ, സാധാരണഗതി ഒരു സ്റ്റാൻഡേർഡ് ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ഒരു നല്ല ഒരു എന്താ പറയുക എബോവ് ആവറേജ് മാർക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും
അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കുറച്ച് അട്രാക്റ്റീവ് ആകാൻ നിങ്ങൾ ശ്രദ്ധിക്കും. എന്തായാലും നമുക്ക് ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകണ്ട, നമുക്ക് സ്റ്റാൻസ 1 നോക്കാം. ഓക്കെ, സ്റ്റാൻസ 1. I heard 1,000 blended notes while in grove I stayed reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. നിങ്ങൾ ഏത് പോയം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത് പഠിക്കാനിരിക്കുമ്പോഴും അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇവിടെ കവി പറയാണ്, ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് വൈൽ ഇൻ എ ഗ്രോ ഐ സ്റ്റേഡ് റിക്ലൈൻഡ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം കുറേ സംഗീത ശകലങ്ങൾ പല രീതിയിലുള്ളത് കേൾക്കുകയാണ്. എവിടെയാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്? ഗ്രോ ഐ സ്റ്റേഡ് റിക്ലൈൻഡ്. ഗ്രോവ് എന്താണ്? ഗ്രോവ് എത്ര പേർക്കറിയാം ഗ്രോവിൻ്റെ മീനിങ്? ഏതെങ്കിലും കുട്ടികൾക്ക് അറിയില്ല എങ്കിൽ എഴുതി വെക്കുക. ഇപ്പോൾ തന്നെ എഴുതിക്കൊള്ളണം കേട്ടോ. ഗ്രൂപ്പ് ഓഫ് ട്രീസ് എന്നാണ് മീനിങ്. അല്ലെങ്കിൽ തോപ്പ്, മലയാളത്തിലാണ് തോപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണ്. അതായത് ചെറിയൊരു കാട്ടിലാണ്, കാട് പോലെ ഉള്ളൊരു സ്ഥലത്താണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ചെറിയ കാട്ടിൽ അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ആയിരക്കണക്കിന് സംഗീത ശകലങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് എങ്ങനെയാണ്? വളരെ സ്വീറ്റ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുന്നൊരു സമയമായിരുന്നു. പക്ഷേ ആ ഒരു സ്വീറ്റ് മൂഡിൽ പെട്ടെന്ന് തന്നെ പ്ലസൻറ്റ് തോട്ട്സ് എന്തുകൂടി കൊണ്ടുവന്നു? കുറച്ച് സാഡ് തോട്ട്സ്, അതായത് കുറച്ച് ദുഃഖകരമായ കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് എത്തി എന്നാണ് കവി പറയുന്നത്. So we can say that in the first quatrain, the divinity of nature occurs in the phrase 1,000 blended notes. എവിടെയാണ് നമ്മൾ കണ്ടത്? എന്തൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് സംഗീത ശകലങ്ങൾ അല്ലെങ്കിൽ പാട്ടുകൾ കേട്ടു എന്നാണ് പറയുന്നത്. Implying an almost pervasive presence of the natural, something that is akin to the omnipotence shown by God Almighty. വേർഡ്സ്വർത്തിൻ്റെയൊക്കെ പോയം മുന്നേ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. കാരണം വില്യം വേർഡ്സ്വർത്തിനെ പോലുള്ള പോയറ്റ്സ് കൂടുതലായിട്ടും അവരുടെയൊക്കെ പോയട്രിയിൽ നമുക്ക് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട്. എന്താണെന്നറിയാവോ? നേച്ചറിനെ ഒരു വല്ലാതെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പ്രകൃതി വർണ്ണന നടത്തുന്ന കവികളിൽ ഒരാളാണ് വേർഡ്സ്വർത്ത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയുടെ മീനിങ് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കിട്ടിക്കാണും. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് റിപ്പീറ്റ് അടിച്ച് കാണുക കേട്ടോ. കാരണം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി മനസ്സിലായിട്ടുള്ള ആളുകൾക്ക് എന്ത് തോന്നും? ടീച്ചർ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്യുകയാണ് എന്ന് തോന്നും. അപ്പോൾ കിട്ടാത്തൊരു ടെൻഷനൊന്നും ആവണ്ട. ജസ്റ്റ് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റിപ്പീറ്റ് പോയാൽ നിങ്ങൾ ബാക്ക് അടിച്ച് നോക്കിയോ നിങ്ങൾക്ക് ആ മീനിങ് വീണ്ടും കിട്ടും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടറിൻ ആദ്യത്തെ 4 ലൈനിൽ പറയുന്ന കാര്യം ഇതാണ്. ഡിവൈനിറ്റി ഓഫ് നേച്ചർ ഒക്കോസ് ഇൻ ദ ഫസ്റ്റ് 8,000 ബ്ലെൻഡഡ് നോട്ട്സ് ഇംപ്ലൈയിങ് ആൻഡ് ഓൾമോസ്റ്റ് പെർവേസീവ് presence of the natural, something that is akin to the omnipotence shown by God Almighty. Then we move to second stanza. To her fireworks did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. എന്താണ് കവി പറഞ്ഞത്? പ്രകൃതി എന്താണ് ഇവിടെ? ഹെർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാണ്? നേച്ചറിനെയാണ് കേട്ടോ. ഹെർ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നത് നേച്ചറിനാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ പ്രകൃതി അവളുടെ മനോഹരമായ പ്രവൃത്തികളുടെ മനുഷ്യൻ്റെ മനസ്സിനെ ബന്ധിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് കവി എന്താ പറയുന്നത്? ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ, എന്നിലൂടെയും അവളുടെ ആ ഒരു പ്രവൃത്തി കടന്നു പോകുന്നു. അതായത് പ്രകൃതി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാം ആയിട്ട് ഹ്യൂമൻ സോളിനെ ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിലും അത് പ്രതിഫലിക്കുന്നുണ്ട്, അതായത് കവിയിലും അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. പക്ഷേ മനുഷ്യനോട് ചെയ്യുന്നത് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്നാണ് കവി ഈ ഒരു സ്റ്റാൻസയിൽ പറഞ്ഞു വയ്ക്കുന്നത്. സോ വി ക്യാൻ സേ ദ സെക്കൻഡ് ക്വാർട്ടറിൻ moves briefly away from nature to reminisce on the misery that other humans have caused each other since the time immemorial. The poet, however, takes a moment
to state that nature is linked to humanity through the very idea of a soul, that nature's soul is not that different from humanity, and that although it has been forgotten by the rest of the world, it is man's natural state to be close to nature. This was one of Wordsworth's principle of philosophy, that it was man's innate state to be close to nature. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ, പറ്റുന്നതെന്നല്ല എല്ലാവരും ചെയ്യണം, ഈ സ്റ്റാൻസേഴ്സിൻ്റെ മീനിങ്സ് എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് പോകുന്നു. സ്റ്റാൻസ നമ്പർ 3. Through promise, primrose tufts in that green bower, the periwinkle trailed with its words, and my faith to very flower unjust the air it breathes. Here we can see the presence of nature as a living thing that strikes again, this time in the movement verbs used trailed for the periwinkle, breathes for the flowers. In the bower എന്ന് വെച്ചാൽ തണലിനാണ് കേട്ടോ. ട്രീസിനൊക്കെ അടിയിൽ തണലുണ്ടാവാറില്ലേ, അത് അറിയില്ലാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെച്ചിരിക്കുക. എ പ്ലസൻറ്റ് ഷഡി പ്ലേസ് അണ്ടർ ട്രീസ്. അപ്പോൾ കവി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്രൈം റോസ് അല്ലെങ്കിൽ പ്രൈം റോസ് ചെടികൾ ഇതിൻ്റെ കുലകളിലൂടെ, അതുപോലെ പച്ചയായ തണലിലൂടെ എവർഗ്രീൻ ചെടികൾ പടന്നു കയറുകയാണ്. അതുപോലെ തന്നെ എല്ലാ പൂക്കളും അത് ശ്വസിക്കുന്ന പ്രകൃതിയിലെ വായു ആസ്വദിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്നാണ് അദ്ദേഹം പറഞ്ഞ് വയ്ക്കുന്നത് ഈ സ്റ്റാൻസയിൽ. സ്റ്റാൻസ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാലാമത്തെ സ്റ്റാൻസയിലേക്ക് പോയാലോ. ഇവിടെയൊക്കെ നിങ്ങൾ ഓർക്കണം കേട്ടോ, പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് എല്ലാ ഫ്ലവറും എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? എല്ലാ പൂക്കളും അത് ശ്വസിക്കുന്ന പ്രകൃതിയിലെ വായു ആസ്വദിക്കുന്നു എന്നാണ് വേർഡ്സ്വർത്തിൻ്റെ വിശ്വാസം. ഓക്കെ. Fourth stanza. The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. എന്താണ് അദ്ദേഹം പറയുന്നത് ഇവിടെ? ബേഡ്സ്, അതായത് പക്ഷികളൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും സന്തോഷത്തോടെ കളിച്ച് നടക്കുക, അല്ലെങ്കിൽ കളിച്ചെടുക്കുക എന്ന് വെച്ചാൽ പാറി പറന്ന് നടക്കുക കേട്ടോ, അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കളികളൊന്നുമല്ല. പാറി പറന്ന് വളരെ സന്തോഷത്തോടുകൂടി നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവ വളരെ സന്തോഷമാണെന്ന് കവി വിചാരിക്കുകയാണ്. അവയുടെ വിചാരങ്ങൾ ഒന്നും തന്നെ നോക്കിക്കേ, ദ തോട്ട് കനോട്ട് മെഷർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ ചിന്താഗതി അല്ലെങ്കിൽ വിചാരം എന്താണെന്നൊന്നും കവിക്ക് അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്താണ്? ബട്ട് ദ ലീസ്റ്റ് മോഷൻ വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ. കാര്യം പറഞ്ഞാൽ അവരുടെ വിചാരങ്ങളൊന്നും കവിക്ക് അളക്കാൻ സാധിച്ചില്ല എങ്കിലും അവയുടെ ചെറിയ ചലനങ്ങളിൽ പോലും എന്തുണ്ടായിരുന്നു? സന്തോഷത്തിൻ്റെ അലയൊലികൾ ഉണ്ടായിരുന്നു, ത്രിൽ ഓഫ് പ്ലഷർ ഉണ്ടായിരുന്നു. ഐഡിയ ക്ലിയർ ആയല്ലോ? സോ ഇൻ ദിസ് quatrain once more the presence of movement draws a stark contrast with the immobile poet. It is nature that draws readers' attention. So much has been said about it that it renders speaker's poet nearly a non-entity. He has no presence in the poem, no thoughts, no personality, no ideas. His world is subsumed by stronger one of nature. ഒത്തിരി ഇങ്ങനെ വലിച്ചു വാരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ലാത്ത കുട്ടികൾ ജസ്റ്റ് ഇതിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കുക കേട്ടോ. സമ്മറി തരാം. അപ്പോൾ ആ സമ്മറി വെച്ചിട്ട് സമ്മറി ഇച്ചിരി ഞാൻ ചെറുതാക്കിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, ബുദ്ധിമുട്ടില്ലാത്തവർ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, അല്ലാത്തവർക്ക് സമ്മറി തരാം കേട്ടോ. അപ്പോൾ സമ്മറി നോക്കാം. ഇനി നമുക്ക് സ്റ്റാൻസ 5 and 6 ഒരുമിച്ച് നോക്കാം. The budding twigs spread out their fan to catch the breezy air, and I must think to all I can that there was pleasure there. ഇപ്പോഴെന്താണ് കവി പറയുന്നത്? അവിടെ എന്തൊക്കെയുണ്ട്? തളിർ കമ്പുകളുണ്ട്. അവയുടെ തളിരിലകൾ എന്തിനെ പുണരാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയെന്നാണ് പറഞ്ഞത്? ടു ക്യാച്ച് ബ്രീസി
എയർ അല്ലേ, മന്ദമാരുതനെ പുണരാൻ വേണ്ടി വിടർത്തി എന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആൻഡ് ഹി മസ്റ്റ് തിങ്ക് ഡു ഓൾ ഹി ക്യാൻ ദാറ്റ് ദർ വാസ് പ്ലഷർ ദെയർ. എന്താണ് പറഞ്ഞത്? അവിടെയുള്ള എല്ലാത്തിലും സന്തോഷമുണ്ട് എന്ന് ചിന്തിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് ആ സമയം ആകുമായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വേർഡ്സ്വർത്ത് പറയാണ് അവിടെയുള്ള എല്ലാ കാര്യത്തിനും. കാരണം നമ്മൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞായിരുന്നു? കിളികൾ പാടി കളിച്ച് പറന്ന് നടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? അത് അവരുടെ വികാര വിചാരങ്ങളൊന്നും അറിയില്ല, പക്ഷെ അവരുടെ ഒരു ചെറിയ മൂവ്മെൻറ്റിൽ പോലും അല്ലെങ്കിൽ ഒരു ചലനത്തിൽ പോലും എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്ന് തോന്നി, അല്ലെങ്കിൽ ഒരു പ്ലഷർ ഉണ്ട് എന്ന് തോന്നി എന്ന് പറഞ്ഞല്ലേ. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെയും വീണ്ടും പറയുകയാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ബഡിങ് ട്യൂൺസ് എന്തിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്? സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ. ദാറ്റ് മീൻസ് എന്താണ്? തളിർക്കാമ്പുകൾ, അവയുടെ തളിരിലകൾ മന്ദമാരുതനും, ബ്രീസിയ എന്ന് വെച്ചാൽ മന്ദമാരുതൻ അല്ലേ, ഇളം തെന്നൽ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അല്ലേ, പുണരാൻ വേണ്ടി വിടർത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കവി ചിന്തിക്കുകയാണ്, പ്രകൃതിയുടെ ആ ഒരു ബ്യൂട്ടിനെ കുറിച്ചാണ് കവിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് ആ സമയത്ത് സാധിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. If this belief from heaven be sent, if such be nature's holy plan, I have no reason to lament what man has made of man. അപ്പം ആറാമത്തെ സ്റ്റാൻസിൽ എന്താ അദ്ദേഹം പറയുന്നത്? If this belief from heaven be sent, if such be nature's holy plan എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചിന്ത അദ്ദേഹത്തിന് വന്നത് സ്വർഗത്തിൽ നിന്നാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ആരുടെ പദ്ധതിയാണ്? നേച്ചറിൻ്റെ ഹോളി പ്ലാനായിട്ട് മാത്രമേ, പരിശുദ്ധമായൊരു പദ്ധതിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞത്. He also says that he have no reason to lament what the man has made of man. എങ്കിൽ എനിക്ക് മീൻസ് പോയറ്റിന് അല്ലേ, ഇവിടെ ഇന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? പോയറ്റിനെയാണ് ഹിയർ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് വിലപിക്കാൻ കാരണമില്ലേ മനുഷ്യൻ പ്രകൃതിയോട് മനുഷ്യനോടും ചെയ്യുന്നതിൽ. ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, പ്ലസൻറ്റ് മൈൻഡായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് പ്ലഷറബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, ഒരു സാഡ് തോട്ട്സ് കടന്നു വന്നതെന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസേഴ്സിൽ കണ്ടതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റാൻസിലേക്ക് എത്തി കഴിയുമ്പോൾ ഇതൊക്കെ നേച്ചറിൻ്റെ പ്ലാനായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. അത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. So we can say that Wordsworth ends lines written in early spring with the same lament that was mentioned earlier. How I note reason to lament what man has made of man. Throughout the poem, there was an attempt by nature to heal the injured soul of the poet speaker. Near the end, despite the best efforts of nature herself, the poet speaker's spirit are still melancholy and low, thus getting the healing effect that Wordsworth claimed nature possessed. It ends on a somber, sad note. The world of nature, untouched by the miseries of humanity, continues on while the human soul, bound its rigid cage of mortality and reason, is left behind to experience the misery of human world. That's all about stanza 5 and 6. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സമ്മറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സമ്മറി ജസ്റ്റ് നല്ല രീതിയിൽ പഠിക്കുക. അതിനുശേഷം എന്താണ് ഒരു ഇൻട്രഡക്ഷൻ പാരഗ്രാഫായിട്ട് എബൌട്ട് ദ ഓതറും അത്യാവശ്യം ഈ ഒരു ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിങ്ങിനെ കുറിച്ച് ഒരു നല്ല സെൻറ്റൻസും എഴുതി വെച്ചതിന് ശേഷം ആ സമ്മറി പഠിച്ചെഴുതിയാൽ നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ഉള്ള ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഞാനിത് വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്തേക്കാം. ജസ്റ്റ് നമുക്ക് ആ സമ്മറിയും കൂടി ഒന്ന് നോക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. Summary. The poem Lines Written in the Early Spring by William Wordsworth describes a bitter-sweet moment. സത്യമാണ് അല്ലേ, ബിറ്റർ സ്വീറ്റ് മൊമെൻ്റ് ആണ്. The poet reclines in a grove surrounded by blended notes of nature. നേച്ചറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അല്ലെങ്കിൽ നേച്ചറിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്
കവിയോട് പറയുന്നത്. കവി എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്താണ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഈവൻ വെൻ ഹി എൻജോയ്സ് ദ സീൻ ഇറ്റ് ഇൻസ്പയർസ് ദ മെലങ്കോളിക് മൂഡ് ആൻഡ് ഹി ബിഗിൻസ് ടു ഹാവ് സാഡ് തോട്ട്സ് അബൌട്ട് ഹ്യൂമാനിറ്റി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് സാഡ് തോട്ട്സ് കടന്നു വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നേച്ചർ ഹാസ് കണക്റ്റഡ് ഇറ്റ് സെൽഫ് ടു ഹിസ് സോൾ. എന്താണ്, പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത് വ്യത്യാസമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ സോളുമായിട്ടും അത് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലീഡിങ് ഹിം ടു കൺസിഡർ സാർലി വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യനോടും മാനവരാശിയോടും അല്ലെങ്കിൽ പ്രകൃതിയോടും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് പെട്ടെന്ന് അദ്ദേഹം ഓർക്കുകയാണ്. ഈവൻ ആസ് ഹി തിങ്സ് സോ ഹി ഈസ് എൻചാൻറ്റഡ് ബൈ ദ ബ്യൂട്ടിഫുൾ സീൻ ദാറ്റ് സറൗണ്ട്സ് ഹിം. അറ്റ് ദ എൻഡ് ഓഫ് ദ പോയം ദ പോയിറ്റ് ലുക്സ് മോർ ക്ലോസ്ലി അറ്റ് സീമിംഗ്ലി ജുബിലൻറ്റ് ബേർഡ്സ്, പ്ലാന്റ്സ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് ഇൻ നേച്ചർ. എന്താ ഈ ജൂബിലൻ്റ് വേർഡിൻ്റെ മീനിങ്? ഹാപ്പി, ഇതിന് സന്തോഷം എന്നാണ് കേട്ടോ. പ്ലാന്റ്സ് അതർ ക്രിയേച്ചേഴ്സ് ഇൻ നേച്ചർ. ദ പോയിന്റ് ഈസ്, അതിനും പറഞ്ഞോട്ടെ, ഈ ജൂബിലൻ്റ് ബേർഡ്സ് എന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്തോ, അവരുടെ ഓരോ ചെറിയ മോഷനിൽ പോലും എന്തുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ചെറിയ മൂമെൻറ്റിൽ പോലും ഒരു സന്തോഷം, ഒരു പ്ലേഷർ ഉണ്ട് എന്ന് കവി പറയുകയാണ്. ദ പോയിന്റ് ഈസ് ട്രൈങ് ടു ഡിസൈഡ് വെദർ ദേ ആർ റിയലി ഹാപ്പി. He then has a good reason to be sad about what man has made of man. He wrote this poem on a walk near village of Alford. ഈ ആൽഫോർഡ് എവിടെയാണ്? ആൽഫോർഡ് വളരെ നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ, ഇംഗ്ലണ്ടിലാണ്. He was an avid walker and often composed his poems on the move. അപ്പോൾ അദ്ദേഹം നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ടൈം അദ്ദേഹം എഴുതിയിരിക്കുന്ന പോയംസ് എല്ലാം ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോകുമ്പോഴും മറ്റുമാണ്. ഹി റോട്ട് അബൌട്ട് ദ സീൻസ് ഇൻ നേച്ചർ ഹി വിറ്റ്നസ്ഡ്. ദിസ് പോയം ഹാസ് എ സിമ്പിൾ ഫോം. ഇനി പോയതിൻ്റെ ഫോമിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 6 4-line stanzas. നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ, 6 stanzas ഉണ്ടായിരുന്നു. ഓരോ സ്റ്റാൻസായാലും 4 ലൈൻ വെച്ചും ഉണ്ടായിരുന്നു അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. It is composed of 6 4-line stanzas. It is written in iambic pentameter. Iambic pentameterലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എ ബി എന്നുള്ള റൈം സ്കീമിലാണ് അത് പോകുന്നത്. ഓരോ സ്റ്റാൻസ് ആയാലും എ ബി എന്നുള്ളതായിരിക്കും റൈം സ്കീം. ഇറ്റ് ഹാസ് റിതം ഓഫ് ലിവിങ് സ്പീച്ച്. ഇനി ഈ ഒരു പോയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് എന്താണ്? ഇറ്റ് ഹാസ് ദ റിതം ഓഫ് ലിവിങ് സ്പീച്ച്. To her fair works did nature links the human soul, personifies the nature as female. നമുക്ക് ആ ഒരു ഒറ്റ ലൈനിൽ നിന്ന് തന്നെ നമുക്ക് പ്രകൃതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. പ്രകൃതിനെ ഒരു സ്ത്രീയോടാണ് അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. എവറി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. എന്താ പറയുന്നത്? എല്ലാ ഫ്ലവറുകളും എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, ബ്രീത്ത് ചെയ്യുന്ന ആ എയർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. പോയിന്റ് ആട്രിബ്യൂട്ട്സ് ഹ്യൂമൻ ഫീലിംഗ്സ് ടു ദ ഫ്ലവേഴ്സ്. ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് ആട്രിബ്യൂട്ട്സ് പ്ലേഫുൾനെസ് ഓഫ് ടു ദ ബേർഡ്സ്. അതങ്ങനെ ഓരോ ലൈനിനും പ്രത്യേകതകളുണ്ട്. നോക്കിയൊക്കെ മിക്കതിലും തന്നെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്. ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്ഡ് ആൻഡ് പ്ലേഡ് ആട്രിബ്യൂട്ട്സ് പ്ലേഫുൾനെസ് ടു ദ ബേർഡ്സ്. ഇനി മറ്റൊരു കാര്യമായിരുന്നു, ദ ബഡിങ് ട്വിങ്സ് സ്പ്രെഡ് ഔട്ട് ദ ഫാൻ ഈസ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ തളിർക്കമ്പുകൾ അവയുടെ ഇലകൾ വിടർത്തിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? മന്ദമാരുതനെ പുണരാൻ വേണ്ടിയിട്ടാണെന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എബൌട്ട് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയത്തിൻ്റെ ആദ്യം മുതലുള്ള അവസാനം ഭാഗം വരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് അബൌട്ട് ദ പോയിറ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പഠിച്ചു അല്ലേ, സ്റ്റാൻസ വൈസായിട്ട് പഠിച്ചു അല്ലേ. അതിനുശേഷം നമുക്ക് സമ്മറിയും കണ്ടു. എന്തായാലും ഗ്രൂപ്പിൽ നോട്ട്സ് ഓരോ യൂണിറ്റ് തീരുമ്പോഴും നമുക്ക് ഷെയർ ചെയ്യാം. മാക്സിമം കുട്ടികളിലേക്ക് ഇത് എത്താൻ വേണ്ടി നിങ്ങളും ഷെയർ ചെയ്ത് സഹകരിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ മറ്റുള്ളവർക്കും സജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാറില്ലേ, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ചന്ദ്രിക സോപ്പിൻ്റെ പരസ്യം കാണുമ്പോൾ, എൻ്റെ ഫ്രണ്ട് റിയ ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞ പോലെ നിങ്ങളും ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ തന്നെ കസിൻസും ഒക്കെ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനേറെ അടുത്ത വീട്ടിലെ കുട്ടി അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവനോടോ അല്ലെങ്കിൽ അവളോടോ ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് തന്നെ പഠിക്കണം. വീട്ടിൽ നിന്ന് ഒരുപാട് പുറത്തൊക്കെ കറങ്ങി നടക്കുന്ന ശീലമൊക്കെ ഉള്ളവരൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ അധ്യയന വർഷം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാനായിട്ട് ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.